ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൊമേഴ്സ് മൈ DC. നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ റേഷ്യോ അനാലിസിസ് കുറച്ച് പോർഷൻ നോക്കിയായിരുന്നു. അതിനകത്ത് ലിക്വിഡിറ്റി റേഷ്യോസും ആക്ടിവിറ്റി റേഷ്യോസും നമ്മൾ കണ്ടു. നെക്സ്റ്റ് വരുന്നത് ലിവറേജ് റേഷ്യോസ് ആണ്. നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, liquidity ratios measure the short term solvency position of the firm. Short term solvency measure ചെയ്യാനുള്ള solvency means capacity to pay their debt. അതായത് കടം വാങ്ങിച്ചിരിക്കുന്ന ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് അതായത് ഷോർട്ട് പീരീഡിലേക്കുള്ള ഡെറ്റുകൾ കൊടുത്തു തീർക്കാനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന റേഷ്യോസ് ആയിരുന്നു ലിക്വിഡിറ്റി റേഷ്യോസ്. ഇനി നമ്മൾ നോക്കുന്ന ലിവറേജ് റേഷ്യോസ് ആണ്. അത് മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദ ലോങ് ടേം സോൾവൻസി പൊസിഷൻ ഓഫ് ദ ഫേം. നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫേമിന് ലോങ് ടേം സോൾവൻസി പൊസിഷൻ ഉണ്ടോ എന്ന് മെഷർ ചെയ്യാനുള്ളതാണ് ലിവറേജ് റേഷ്യോസ്. നമ്മൾ ലോങ് പീരീഡിലേക്കുള്ള ഡെറ്റ് വാങ്ങിച്ചിട്ടുണ്ടാവും, അതായത് മോർ ദാൻ 1 ഇയർ കൂടുതൽ സമയം കിട്ടും നമുക്കത് തിരിച്ച് പേ ചെയ്യാനുള്ളത്. അങ്ങനെയുള്ള ഡെറ്റുകൾ കൊടുത്ത് തീർക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ഫേമിനുണ്ടോ ഇല്ലയോ എന്ന് മാനേജ്മെൻറ്റിന് ചെക്ക് ചെയ്യാനുള്ള റേഷ്യോസ് ആണ് ഇത് ലിവറേജ് റേഷ്യോസ്. ലോങ് ടേം സോൾവൻസി പൊസിഷൻ ചെക്ക് ചെയ്യുന്നതാണ് ലിവറേജ് റേഷ്യോസ്. ഷോർട്ട് ടേം സോൾവൻസി പൊസിഷൻ ചെക്ക് ചെയ്യുന്നതാണ് ലിക്വിഡിറ്റി റേഷ്യോസ്. അതിനകത്ത് ലിവറേജ് റേഷ്യോസിൽ വരുന്നതാണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ് വർത്ത് റേഷ്യോ ആൻഡ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. ഇത്രയാണ് ലിവറേജ് റേഷ്യോസ്. ഈ റേഷ്യോസിൽ നിന്നെല്ലാം നമ്മുടെ മാനേജ്മെൻറ്റിന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ഫേമിൻ്റെ ലോങ് ടേം ഡെറ്റുകൾ കൊടുത്തു തീർക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ഫേമിനുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള റേഷ്യോസ് ആണ് ലിവറേജ് റേഷ്യോസ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അത് ഫസ്റ്റ് ആണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ആ പേരിൽ തന്നെ ഉണ്ട്, ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെറ്റ് ആൻഡ് ഇക്വിറ്റി. ഡെറ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് ഇത് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെറ്റ് മീൻസ് ബോറോവ്ഡ് ഫണ്ട്, നമ്മൾ കടം വാങ്ങിച്ച ഫണ്ടാണ് ഡെറ്റ് എന്ന് പറയുന്നത്. ഇക്വിറ്റി മീൻസ് ഓണേഴ്സ് ക്യാപിറ്റൽ, അതായത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടാണ് ഇത് ഇക്വിറ്റി. ഈ ബോറോവ്ഡ് ഫണ്ട്സും ഓണേഴ്സ് ക്യാപിറ്റലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യാനുള്ളതാണ് ഡെറ്റ് ഇക്വിറ്റി ratio. It indicates the relative proportion of debt and equity in the financing the assets of a firm. അപ്പോൾ ഡെറ്റും ഇക്വിറ്റിയും അല്ലെങ്കിൽ ബോറോവ്ഡ് ഫണ്ട്സും ഓണേഴ്സ് ക്യാപിറ്റലും തമ്മിലുള്ള പ്രൊപ്പോർഷൻ നോക്കാനുള്ള റേഷ്യോ ആണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് ഫണ്ട്, അതാണ് ബോറോവ്ഡ് ഫണ്ട്, ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഔട്ട്സൈഡേഴ്സ് ഫണ്ട് എടുക്കുമ്പോൾ നമ്മൾ എല്ലാ ഔട്ട്സൈഡ് ലൈബിലിറ്റീസും ഇൻക്ലൂഡ് ചെയ്യണം, അതായത് കറണ്ട് ലൈബിലിറ്റീസും ഇൻക്ലൂഡ് ചെയ്യണം, മറ്റ് ലോങ് ടേം ലൈബിലിറ്റീസ് ആയിട്ടുള്ള ലോണുകളും ഡിബഞ്ചേഴ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. ഇക്വിറ്റി അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എടുക്കുമ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ, അതായത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും കാണും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും കാണും, രണ്ടും എടുക്കണം. പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് മൈനസ് ഫിക്ടീഷ്യസ് അസറ്റ്സ്. റിസർവ്സ് ആൻഡ് സർപ്ലസും ആർക്കുള്ളതാണ്? ഓണേഴ്സിനുള്ളതാണ്. അപ്പോൾ ഷെയർ ക്യാപിറ്റലിൻ്റെ കൂടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് ആഡ് ചെയ്യണം. ഫിക്ടീഷ്യസ് അസറ്റ്സ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. ഫിക്ടീഷ്യസ് അസറ്റ്സ് മീൻസ് പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, ഇങ്ങനെയുള്ള ആക്ച്വൽ അസറ്റ് അല്ലാതുള്ള അസറ്റുകളെയാണ് ഫിക്ടീഷ്യസ് അസറ്റ്സ് എന്ന് പറയുന്നത്. അതുണ്ടെന്നുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തിട്ട് വേണം ഏതെടുക്കാൻ? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എടുക്കാൻ. അപ്പോൾ ഡെറ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് ഇത് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. അതിനകത്ത് ഡെറ്റ് എടുക്കുമ്പം കറണ്ട് ലൈബിലിറ്റീസും എടുക്കണം, ലോങ് ടേം ലൈബിലിറ്റീസും എടുക്കണം. ഇനി ഇക്വിറ്റി കണ്ടുപിടിക്കാൻ ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് മൈനസ് ഫിക്ടീഷ്യസ് അസറ്റ്സ്. നെക്സ്റ്റ് വരുന്നത് പ്രൊപ്രൈറ്ററി റേഷ്യോ ആണ്. പ്രൊപ്രൈറ്റർ മീൻസ് ഷെയർ ഹോൾഡർ ആണ്. അപ്പോൾ പ്രൊപ്രൈറ്ററി റേഷ്യോ മീൻസ് ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ടു ടോട്ടൽ അസറ്റ്സ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും ടോട്ടൽ അസറ്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് പ്രൊപ്രൈറ്ററി റേഷ്യോ. ഇക്വേഷൻ ആണെങ്കിൽ പ്രൊപ്രൈറ്ററി റേഷ്യോ ഇസ് ഈക്വൽ ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ്
പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് മൈനസ് ഫിക്ടീഷ്യസ് അസറ്റ്സ്. ഫിക്ടീഷ്യസ് അസറ്റ്സ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യുക. ഇനി ടോട്ടൽ അസറ്റ്സ് ഇൻക്ലൂഡ് ഓൾ അസറ്റ്സ് ഇൻക്ലൂഡിങ് ഗുഡ്വില്ല് സഹിതമുള്ള എല്ലാ അസറ്റുകളും എടുക്കണം ടോട്ടൽ അസറ്റ്സിനകത്ത്. പക്ഷേ അവിടെയും ഫിക്ടീഷ്യസ് അസറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഫിക്ടീഷ്യസ് അസറ്റ്സ് ആയിട്ടുള്ള പ്രിലിമിനറി എക്സ്പെൻസസോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, പിന്നെ ഡെബിറ്റ് ബാലൻസോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇതൊക്കെ വരുവാണെങ്കിൽ നമ്മൾ അസറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നും പറഞ്ഞ് വരത്തില്ലേ, ഇതൊക്കെ വരുവാണെങ്കിൽ ഫിക്ടീഷ്യസ് അസറ്റ്സ് ആണ്. അതെല്ലാം എക്സ്ക്ലൂഡ് ചെയ്യുക, ബാക്കിയുള്ള എല്ലാ അസറ്റുകളും എടുക്കുക. അങ്ങനെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ടും ടോട്ടൽ അസറ്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ് വർത്ത് റേഷ്യോ. ഇതിൻ്റെ പേരുകളിൽ തന്നെ ഉണ്ട് ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെന്ന്. ഇവിടെ വരുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ്സും നെറ്റ് വർത്ത് മീൻസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന് പറയുന്ന വേറൊരു പേരാണ് നെറ്റ് വർത്ത്, പ്രൊപ്രൈറ്ററി ഫണ്ട് എന്നൊക്കെ പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിക്സഡ് അസറ്റ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ നെറ്റ് വർത്ത് മീൻസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എടുക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് മൈനസ് ഫിക്ടീഷ്യസ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സ് നമുക്കറിയാം, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇങ്ങനെയുള്ള ഫിക്സഡ് അസറ്റ്സുകൾ. ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ് വർത്ത് റേഷ്യോ. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഓണേഴ്സ് ഫണ്ട്, അതായത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമ്മുടെ ഫിക്സഡ് അസറ്റ്സിൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓണേഴ്സ് ഫണ്ടും ഉണ്ട്, ബൊറോഡ് ഫണ്ടും ഉണ്ട്, കടം വാങ്ങുന്ന ഫണ്ടും ഉണ്ട്. അതിനകത്ത് ഓണേഴ്സ് ഫണ്ട് എത്രത്തോളം ഫിക്സഡ് അസറ്റ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മെഷർ ചെയ്യാനുള്ളതാണ് ഇത് ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ് വർത്ത് റേഷ്യോ. ഇക്വേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത് ഓർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. നെക്സ്റ്റ് വരുന്നത് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ആണ്. ഇതാണ് യഥാർത്ഥത്തിൽ ലിവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടു അനലൈസ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി. ക്യാപിറ്റൽ സ്ട്രക്ചർ മീൻസ് നമ്മുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനകത്ത് ഓണേഴ്സിൻ്റെ ക്യാപിറ്റൽ, അതായത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും കാണും, അതേപോലെ തന്നെ ബോറോഡ് ക്യാപിറ്റൽ, ഔട്ട്സൈഡേഴ്സ് ഫണ്ടും കാണും. അതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓണേഴ്സിൻ്റെ ഫണ്ടും അതേപോലെ തന്നെ ഔട്ട്സൈഡേഴ്സിൻ്റെ ഫണ്ടിനെയും കൂടെ ചേർത്തിട്ടാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. ഇതാണ് ലിവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. ഇതിന്റെ വേറൊരു പേരാണ് ലിവറേജ് റേഷ്യോ. ഇനി ഇത് ഏതൊക്കെ റിലേഷൻഷിപ്പാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ദ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് ആൻഡ് നോൺ ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ്. ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിക്സഡ് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ചില സെക്യൂരിറ്റീസ് ഉണ്ട്. ഇപ്പോൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ നമ്മൾ എല്ലാ വർഷവും ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ഇനി ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ നമ്മൾ എല്ലാ വർഷവും എന്ത് ചെയ്യണം, ഫിക്സഡ് ഒരു ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ഇങ്ങനെയുള്ള സെക്യൂരിറ്റീസ് ആണ് ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ്. ഇങ്ങനെയുള്ള ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസും നോൺ ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ്. റിയൽ ഓണേഴ്സ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും അവർക്ക് പോകുന്ന റിസർവ്സ് ആൻഡ് സർപ്ലസും ആണ് ഏതെന്ന് പറയുന്നത് നോൺ ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ്. അവർക്കൊരു ഫിക്സഡ് ഇൻകം ഇല്ല. നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിനനുസരിച്ച് അവരുടെ ഇൻകം എന്ത് ചെയ്യും, അവരുടെ ഡിവിഡൻഡ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. അപ്പോൾ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് ഫണ്ട്സ് ഡിവൈഡഡ് ബൈ നോൺ ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ്. ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് ഫണ്ട്സിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, അതിനൊരു ഫിക്സഡ് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ വരുന്നത് ഡിബഞ്ചേഴ്സ് ആണ്, അവർക്ക് എന്ത് ചെയ്യണം, ഫിക്സഡ് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം. ഈ രണ്ട് സെക്യൂരിറ്റീസുമാണ് ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് ഫണ്ട്സ്. നോൺ ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ്. അവർക്ക് എന്തോ ഇല്ല, ഒരു ഫിക്സഡ് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അവർക്ക് നമ്മുടെ പ്രോഫിറ്റ് കൂടുന്നതിനനുസരിച്ച് ഇൻകം എന്ത് ചെയ്യും, കൂടും. പ്രോഫിറ്റ് കുറയുന്നതിനനുസരിച്ച് അവരുടെ ഡിവിഡൻഡ് എന്ത് ചെയ്യും, കുറയും. അപ്പം നോൺ ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് ഇൻക്ലൂഡ്സ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് ഇത് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. ഇതിനെയാണ് ലിവറേജ് റേഷ്യോ എന്നും പറയുന്നത്.
ഇത്രയാണ് ഏത് ലിവറേജ് റേഷ്യോസിൽ വരുന്നത്. ലിവറേജ് റേഷ്യോസിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോങ് ടേം സോൾവൻസി പൊസിഷൻ ആണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ലോങ് ടേമിലേക്കുള്ള ഡെറ്റുകൾ കൊടുത്ത് തീർക്കാനുള്ള എബിലിറ്റി നമ്മുടെ ഫേമിന് ഉണ്ടോ ഇല്ലയോ എന്ന് മാനേജ്മെന്റിന് ചെക്ക് ചെയ്യാനുള്ള റേഷ്യോസ് ആണ് ഈ പറഞ്ഞ എല്ലാ ലിവറേജ് റേഷ്യോസും. അത് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഉണ്ട്, ഡെറ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് പ്രൊപ്രൈറ്ററി റേഷ്യോ ഉണ്ട്, അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ടും ടോട്ടൽ അസറ്റ് റിലേഷൻഷിപ്പ്. പിന്നെ വരുന്നത് ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ് വർത്ത് റേഷ്യോ ഉണ്ട്, ഫിക്സഡ് അസറ്റ്സും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. പിന്നെ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ഉണ്ട്, ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസും നോൺ ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനുള്ളത്. ഇത്രയാണ് ലിവറേജ് റേഷ്യോസ്. ഓക്കെ, താങ്ക് യു.